24-ാം ദിവസം. ഇന്നലെ കൊണ്ട് നമ്മൾ 7 വലിയ ആൻറ്റിഫണുകളെ ധ്യാനിച്ച് നിർത്തി. ഇന്ന് അവസാനത്തെ ദിവസം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് പോകാം. സിനോപ്റ്റിക് സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായി, ലൂക്കാസ് സുവിശേഷകർ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ഈശോയുടെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള, അതായത് ആദിയിൽ ഉണ്ടായിരുന്ന, എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ അവസ്ഥയെപ്പറ്റിയും നമ്മുടെ ഇടയിലേക്ക് വന്നതിന് ശേഷം എങ്ങനെ തൻ്റെ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തുവെന്നും തിയോളോജിക്കലായിട്ടുള്ള ഒരു വലിയ അഗാധമായ വിജ്ഞാനം നമുക്ക് തരുന്നു. മൊത്തം സുവിശേഷവും വളരെ ഉയർന്ന തലത്തിലുള്ള തിയോളോജിക്കൽ ചിന്തകളാണ്. 1-ാം അധ്യായം ആദ്യത്തെ 18 വാചകങ്ങൾ തൻ്റെ മിശിഹ രഹസ്യം കാണിക്കുന്നതിനാൽ ക്രിസ്മസ് ദിവസത്തിൽ നമ്മൾ കുർബാനയിൽ വായിക്കുന്ന ഭാഗമാണിത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ആദ്യത്തെ 18 വാക്കിൽ നിന്നുകൊണ്ട് ധ്യാനിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. യോഹന്നാൻ തൻ്റെ സുവിശേഷം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആരാണ് ഈ വചനം? മനുഷ്യനായി ജനിച്ച യേശു. എല്ലാ സൃഷ്ടിക്കും മുമ്പ് വചനമായി ദൈവത്തോടു കൂടിയായിരുന്ന ദൈവത്തിൻ്റെ വചനമാണ് യേശു. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം, ദൈവം എല്ലാം സൃഷ്ടിച്ചത് തൻ്റെ വചനത്താലാണ്. ദൈവം പറഞ്ഞു, ഉണ്ടായി. ആ പറഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം, അതായത് ക്രിസ്തുവിലൂടെ എല്ലാം സൃഷ്ടിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിലൂടെ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം രക്ഷ പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വചനമായ ദൈവം പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തിയായ യേശു മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നത്. സുവിശേഷം പിന്നെ പറയുന്നു, അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു, മനുഷ്യൻ്റെ പാപം മൂലം ഇരുട്ട് വന്നിടത്ത് ഈശോ വന്നെങ്കിൽ മാത്രമേ വെളിച്ചമുള്ളൂ. കാരണം അവനാണ് യഥാർത്ഥ വെളിച്ചം. ക്രിസ്തുവില്ലെങ്കിൽ അന്ധകാരവും, അവനുണ്ടെങ്കിൽ വെളിച്ചവും ഉണ്ട്. 10-ാമത്തെ വാക്യം പറയുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യഹൂദന്മാരാണ് സ്വജനം, അവർക്ക് മനസ്സിലായില്ല യേശു ദൈവമാണെന്ന്. പിന്നീട് 12-ാമത്തെ വാക്യം പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വാസികളായവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അതായത് ഈശോയിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവോ നമ്മുടെ മാതാപിതാക്കളുടെ കഴിവോ അല്ല. വിശ്വാസം എന്നത് ദൈവം തരുന്ന വരപ്രസാദമാണ്. ദൈവം തന്നിലേക്ക് നമ്മളെ ആകർഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ പണം കൊണ്ടോ ആദർശങ്ങൾ കൊണ്ടോ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കറിയാം, പലരും കുഞ്ഞിലെ മാതാപിതാക്കൾ പള്ളിയിൽ വിട്ടതുകൊണ്ട്, വേദപാഠത്തിന് വിട്ടതുകൊണ്ട്, പള്ളിയിലെ അംഗമായി പ്രവർത്തിച്ചതുകൊണ്ട് കുറേയൊക്കെ മുന്നോട്ട് പോയി. പക്ഷേ പ്രായമായി കഴിഞ്ഞ് യുക്തിവാദങ്ങളിലും മറ്റ് ലൗകിക ചിന്തകളിലും ഭൗതിക നേട്ടങ്ങളിലും മുഴുകി എല്ലാം സ്വന്തം കഴിവുകൊണ്ട് നേടിയതാണെന്നോർത്ത് ദൈവത്തെയും സഭയെയും മറക്കുകയും വിശ്വാസം എന്നത് വെറും കളിപ്പീര് പരിപാടി എന്നൊക്കെ പറഞ്ഞ് പരത്തുകയും അതിനുവേണ്ടി വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്, ദൈവമക്കളാകാൻ നമുക്ക് കഴിവ് ലഭിക്കുന്നത് ശാരീരിക അഭിലാഷത്തിൽ നിന്നോ മാനുഷിക നേട്ടങ്ങളിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ എന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ, ഈശോയുടെ ജനനം ഘോഷിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം വിശ്വാസം തന്നതിന്. അതോടൊപ്പം നമ്മുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിൽ, കൂട്ടുകാരുടെ ഇടയിൽ ഇതുവരെയും വിശ്വാസത്തിലേക്ക് എത്താത്തവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോയി മറ്റു തരത്തിലുള്ള ചിന്താഗതികളിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ഈശോയെ
നിന്നിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈശോയുടെ പുൽക്കൂട്ടിലുള്ള ഓരോരുത്തരെയും നോക്കിയാൽ അവർ ആരും രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ അവിടെ വന്നത്. പരിശുദ്ധ അമ്മ പുരുഷനുമായുള്ള ബന്ധത്തിലല്ല, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് ഈശോയ്ക്ക് ജന്മം കൊടുത്തത്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ശാരീരിക അഭിലാഷത്താൽ ഉണ്ടായ മകനല്ല, മറിച്ച് ദൈവിക പദ്ധതി സ്വീകരിച്ച് മകൻ്റെ പിതൃത്വം ഏറ്റെടുത്തവനാണ്. പൂജാ രാജാക്കന്മാർ മാനുഷിക ബുദ്ധിയാൽ എത്തിയവരല്ല, ദൈവം ഒരു അടയാളം കാണിച്ചു കൊടുത്തു, ഒരു നക്ഷത്രത്തെ നോക്കി എത്തിയവരാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവിടെ കിടന്ന ആ കുഞ്ഞിനെ ദൈവമായി കാണാൻ അവർക്ക് സാധിച്ചു. മുട്ടുകുത്തി തങ്ങൾക്കുണ്ടായിരുന്ന സ്വർണവും മീറയും കുന്തിരുക്കവും രാജാക്കന്മാർ ആ കുഞ്ഞിൻ്റെ മുൻപിൽ സമർപ്പിച്ചാണ് അവർ പോയത്. ആട്ടിടയന്മാർ മാലാഖമാരുടെ പാട്ടുകൾ കേട്ട് അവരാൽ അകമ്പടി സേവിക്കപ്പെട്ട് വന്നെത്തി ആ കുഞ്ഞിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയവരാണ്. അങ്ങനെ എല്ലാവരും രക്തത്തിൽ നിന്നും ശാരീരിക അഭിലാഷത്തിൽ നിന്നുമല്ല, ദൈവത്തിൻ്റെ പ്രസാദവരത്താലാണ് അവിടെ എത്തിയത്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ പാപത്തിന് ശേഷം സ്ത്രീയും പുരുഷനും ഒളിച്ചു. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനമായ യേശുവിൻ്റെ സ്വരം കേൾക്കാൻ ഒളിച്ചിരിക്കാതെ നമുക്ക് അവനെ തപ്പിപ്പോകാം. കാരണം അവൻ ദൈവത്തിൻ്റെ വചനമാണ്. ഇന്നത്തെ ദിവസം പല പ്രാവശ്യം ആവർത്തിച്ച് നമുക്ക് പറയാം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് രാത്രിയിൽ പരിശുദ്ധമായ ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദണ്ഡവിമോചനത്തിൻ്റെ ഹോളി ഡോർ തുറക്കും. 29-ാം തീയതി ഞായറാഴ്ച ലോകത്തിലുള്ള എല്ലാ പള്ളികളിലും ജൂബിലി വർഷത്തിന് തുടക്കം കുറിക്കും. അനുദിനം ഈ ലോകത്തിലൂടെ തീർത്ഥാടകരെ പോലെ നടക്കുന്ന നമുക്ക് പ്രത്യാശ തരുന്ന ഒരേ ഒരാൾ അവനാണ്, പിതാവിൻ്റെ വചനമായി ജനിച്ച യേശു.